സ്ത്രീകള് എല്ലാവരും ഇപ്പോ ചൂടെടുത്ത് വേർത്ത് കുളിച്ച് ഈ വീഡിയോ നോക്കിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. ഏതായാലും ഈ ചൂടിനെ കുറിച്ച് സംസാരിക്കാൻ ചില താരങ്ങളോട് എത്തിയിട്ടുണ്ട്. നമുക്ക് ഓരോരുത്തരെയും സ്വാഗതം ചെയ്യാം. സൈന്തോ, ഈ ചൂടാവുന്നതിനെ കുറിച്ച് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഈ ചൂടെന്ന് പറയുന്നത് നമ്മുടെ കൺട്രോളിലാണ് നടക്കുന്നത്, അല്ല. ഈ ചൂടിങ്ങനെ സംഭവിച്ചു പോകുന്നതല്ലേ. നമ്മളിപ്പോൾ വളരെ തിരക്കുള്ളൊരു ഹോട്ടലിൽ നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറുന്ന സമയത്ത് നമുക്ക് ഒരു വിശപ്പുണ്ടാവും അല്ലേ. വിശക്കുന്ന സമയത്ത് ഈ ഓർഡർ എടുക്കാൻ വേണ്ടി ആൾ വന്നില്ലെങ്കിൽ നമുക്ക് ഭയങ്കര ദേഷ്യം വരും. കുറച്ച് കഴിഞ്ഞ് ആൾ നമ്മളോട് ചോദിക്കില്ലേ, എടാ എത്ര നേരം ഞങ്ങളോട് ഇരിക്കുന്നത്, ഞങ്ങൾ കാശ് തന്നെയല്ലേ വരുന്നത്, ഞങ്ങൾ ഓർഡർ കഴിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ചൂടാവാറില്ലേ. അതായെന്ന് പറഞ്ഞാൽ ചൂട് നമ്മുടെ കയ്യിലല്ലല്ലോ ഉള്ളത്. നമ്മൾ പറഞ്ഞ പോലെ എനിക്കിപ്പോൾ ചൂടെടുക്കാൻ തുടങ്ങി, ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. എന്തായാലും ഈ ചൂടിനെ കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ ഗ്രൗണ്ടിൽ ഓടി നടന്ന് പണിയെടുക്കുന്ന നമ്മുടെ സ്വന്തം പയ്യൻ സഞ്ജു സാംസൺ ഉണ്ട്. സഞ്ജു, പറയൂ, എന്താണ് താങ്കൾക്ക് ഈ ചൂടിനെ കുറിച്ച് പറയാനുള്ളത്? ഈ വെയിലിനെ കുറിച്ച് പറഞ്ഞ് എനിക്കത് ഓർമ്മ വരുന്നത്, നമ്മൾ ഫീൽഡ് ചെയ്യുന്ന സമയത്ത് ക്രിക്കറ്റർ എല്ലാ സമയവും ഓട്ടമായിരിക്കും ഫീൽഡിൽ. പൊരി വെയിലത്ത് തന്നെ ആയിരിക്കും ഫീൽഡ് ചെയ്യുന്നത്. നമ്മൾ ക്യാച്ച് ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് സൂര്യനാണോ അല്ല ബോളാണോ ക്യാച്ച് ചെയ്യേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. നമ്മൾ ക്യാച്ച് ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഡ്രിങ്ക്സ് ബ്രേക്കിൽ രാഹുൽ ഭായ് വന്ന് പറയും, നിങ്ങളിനി ക്യാച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ആപ്പിൾ ജ്യൂസ് തരാമെന്ന് ഒരു ഓഫർ തന്നു. അപ്പോൾ അതനുസരിച്ച് എല്ലാവരും നല്ല വെയിലത്ത് നന്നായിട്ട് ഫീൽഡ് ചെയ്ത് ക്യാച്ചൊക്കെ പിടിക്കും. മാച്ച് കഴിഞ്ഞ ശേഷം എല്ലാവരും വന്ന് രാഹുൽ ഭായിൻ്റെ അടുത്ത് പോകുമ്പോൾ രാഹുൽ ഭായ് എല്ലാവർക്കും ഓരോ ആപ്പിൾ എടുത്ത് തരും. എന്നിട്ട് പറയും, അവിടെ ഒരു മിക്സി ഉണ്ട്, എല്ലാവരും വേണമെങ്കിൽ ആപ്പിൾ മിക്സിയിൽ അടിച്ചിട്ട് ആപ്പിൾ ജ്യൂസ് അടിച്ച് കുടിച്ചോളാൻ പറയും. ഈ ചൂടിനെ കുറിച്ച് ഒരു ഗംഭീര റിവ്യൂ പറയാനായി കുറച്ച് വ്യക്തിഗതമായി സംസാരിക്കുകയും ആലൻ ജോസ് പെരേര ഇപ്പോൾ നമ്മുടെ സ്റ്റുഡിയോയിലുണ്ട്. പറയൂ ആലൻ ജോസ്, എന്താണ് താങ്കൾക്ക് ഈ ചൂടിനെ കുറിച്ച് പറയാനുള്ളത്? ഇപ്പോൾ വെയിൽ രാവിലെ തന്നെ വരുന്നുണ്ടല്ലോ. സൂര്യൻ രാവിലെ തന്നെ ഹോട്ടായിട്ട് വരുന്നുണ്ടല്ലോ. സൂര്യൻ നന്നായിട്ട് തന്നെ പെർഫോമൻസ് ചെയ്യുന്നുണ്ടല്ലോ. 34 സെൽഷ്യസ് ആണല്ലോ. ഇനി 35 സെൽഷ്യസിലേക്ക് പോകുമ്പോൾ നമ്മൾ വീണ്ടും പുറത്തേക്ക് പോകുമല്ല. പിന്നെ ഉച്ചയാകുമ്പോൾ എനിക്ക് ഒന്ന് 44 സെൽഷ്യസ് ആവുന്നുണ്ട്. ഐ തിങ്ക് സമ്മർ ഹോട്ടീസ് ഭയങ്കര വേനൽ ചൂടാണല്ലോ. എന്തായാലും നമ്മുടെ ആറാട്ടണ്ണൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ചൂടിനെ കുറിച്ച് റിവ്യൂ ആണെന്ന് പറഞ്ഞ് അദ്ദേഹം വെയിറ്റ് ചെയ്യാണ്. നമുക്ക് ആറാട്ടണ്ണനെ സ്വാഗതം ചെയ്യും. ബേസിക്കലി ഇപ്പോൾ വെയിൽ ഭയങ്കര ഹോട്ടാണ്. രാവിലെ 6 മണിക്ക് തന്നെ പെർഫോമൻസ് തുടങ്ങും. പക്ഷേ 6 മണിക്കാണ്. സൂര്യ നന്നായിട്ട് പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പുറത്തിറങ്ങി നന്നായിട്ട് വേർത്ത് കുളിക്കുന്നുണ്ട്. ആദ്യ പകുതി അതിമനോഹരമാണ്. രണ്ടാം പകുതി കംപ്ലീറ്റ് സെൻറ്റിമെൻറ്റ്സ് ആണ്. നമ്മൾ പുറത്തേക്ക് കഴിഞ്ഞാൽ നമ്മൾ കണ്ണീരിലാഴ്ത്തും. സൂര്യ നന്നായിട്ട് തന്നെ അവിടെയും പെർഫോമൻസ് ചെയ്യുന്നുണ്ട്. സപ്പോർട്ടിങ് അടിച്ച കുടയും തൊപ്പിയും മഴ നന്നായിട്ടുണ്ട്. ടോട്ടലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ ആറാടുകയാണ്.